കാലടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രൈവറ്റ് ബസ് സമരം പൂർണ്ണ വിജയം. കാലടി ബസ് സ്റ്റാൻഡിലെ അശാസ്ത്രീയമായ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണവും ഗതാഗത കുരുക്കും മൂലം സ്വകാര്യ ബസ്സുകൾ പ്രതിസന്ധിയിലായതിൽ പ്രതിഷേധിച്ച് നടത്തിയ പണിമുടക്കിനെ തുടർന്ന് ജനം വലഞ്ഞു. ഗ്രാമപ്രദേശങ്ങളായ ഇല്ലിത്തോട്, മലയാറ്റൂർ, മഞ്ഞപ്ര, ചുള്ളി, പാറപ്പുറം, ചേരാനെല്ലൂർ, ചൊവ്വര തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവർ യാത്രാ സൗകര്യമില്ലാതെ കഷ്ടത്തിലായി. അങ്കമാലി പെരുമ്പാവൂർ റൂട്ടിൽ KSRTC ഒരു ബസ് മാത്രമാണ് രാവിലെയും വൈകിട്ടും ഓരോ ട്രിപ്പ് ഓടിയത്. കാലടി മേഖലയിലെ 120-ൽ പരം വരുന്ന ബസ്സുകളിലെ ഉടമകളും ജീവനക്കാരും സംയുക്തമായിട്ടാണ് പണിമുടക്ക് സംഘടിപ്പിച്ചത്. സ്വകാര്യ ബസ്സുകൾ നിരത്തിൽ നിന്നും വിട്ടുനിന്നെങ്കിലും കാലടിയിലെ നിത്യേനയുള്ള ഗതാഗത കുരുക്കിന് ഒരു മാറ്റവും ഉണ്ടായില്ല. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അങ്കമാലി കാലടി മേഖലാ പ്രസിഡന്റ് AP ജിബിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം CITU അങ്കമാലി ഏരിയ സെക്രട്ടറി CK സലിംകുമാർ ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ മലയാറ്റൂർ പഞ്ചായത്തിന്റെ പേരോ എവിടം വരെ അറിയാം? ഈ കേരളത്തിലുള്ള ആളുകൾ. എന്നാൽ കാലടി പഞ്ചായത്ത് ശ്രീശങ്കരന്റെ ജന്മം കൊണ്ട് പവിത്രമായ ഒരു സ്ഥലമാണിത്. ലോകത്ത് ആകെ അറിയപ്പെടുന്നതാണ്. അത് മാത്രമല്ല, ഇപ്പോൾ പെരുമ്പാവൂർക്ക് പോകുന്നതിന് മുന്നൊരുക്കം കൊട്ടപ്പുറ കാഞ്ഞൂര് പള്ളി, അതിനപ്പുറത്ത് തിരുവൈരാണിക്കുളം, ഇവിടെ മലയാറ്റൂർ കുരിശുപിടി, അങ്ങനെ എല്ലാം കൊണ്ടും നോക്കുമ്പോൾ വലിയ പ്രാധാന്യമുള്ളൊരു സ്ഥലമല്ലേ കാലടി. അങ്ങനെയുള്ളൊരു കാലടി പഞ്ചായത്തിന്റെ ഭരണസമിതി ഇത്തരം ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിനുകൊണ്ട് 50 പ്രാവശ്യം ആലോചിക്കേണ്ടത്. ഇവിടെ ഇപ്പോ ബസ്സുടമകളെ വിളിച്ച് ഒരു പ്രാവശ്യം ഒന്ന് സംസാരിച്ചു, വരുത്തി, അങ്ങനെ ഉണ്ടല്ലോ, ഒന്ന് സംസാരിച്ചു എന്ന് വരുത്തണം. കാരണം ഞങ്ങളെ വിളിച്ചൊന്ന് സംസാരിച്ചു പോലും ഇല്ലൊന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വരുത്തല്. എന്നിട്ട് വരുത്തിയിട്ട് ചർച്ച തുടങ്ങണമെങ്കിൽ പകുതി ആവണ മുമ്പ് തന്നെ പ്രസിഡന്റ് തീരുമാനം അറിയിക്കുകയാണ്, ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ തീരുമാനം അറിയിക്കാൻ ഒരു നോട്ടീസ് അതിലേക്ക് കൊടുത്താൽ പോരെ? നമ്മളെ വിളിച്ച് ആശയവിനിമയം നടത്തണ്ടേ? ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് അങ്ങനെയല്ലേ ചെയ്യണ്ടേ? ഒരു ഭരണാധികാരി, എല്ലാ ഭരണാധികാരിയും അല്ല കേട്ടോ, നേരും ചൊവ്വും മര്യാദയും കാഴ്ചപ്പാടുള്ള ഒരു ഭരണാധികാരി എന്താ ചെയ്യേണ്ടത്? വിളിക്കണം. നമ്മളെ മാത്രമല്ല, നമ്മള് ഇപ്പൊ 28 വർഷമായി ഇവിടെ ഈ സ്റ്റാൻഡ് വന്നിട്ട്. KG സുരേഷ് പ്രസിഡന്റ് ആയപ്പോഴാണ് സ്റ്റാൻഡ് തുടങ്ങിയത്, അല്ലേ പോളി? KG സുരേഷ് പ്രസിഡന്റ് ആയിരുന്നു. ഈ സ്ഥലമൊക്കെ ആ നിലയ്ക്ക് വാങ്ങിയിട്ടത് അനന്തപിള്ള എന്നുള്ള മനുഷ്യൻ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത്. അപ്പോഴാണ് ഇതിനൊക്കെയുള്ള സൗകര്യത്തിന് ഈ പാടമൊക്കെ മേടിച്ചിട്ടത് ഇന്നത്തെ പഞ്ചായത്ത്. അങ്ങനെയൊക്കെയുള്ള ഒരു ചരിത്രം ഷൈജൻ തോട്ടപ്പള്ളിക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നതാണ്. ഇനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ സംബന്ധിച്ച് അങ്ങനെ വ്യഥ കൊള്ളലുള്ള ഒരാളല്ല പുള്ളി. എന്റെ അടുത്ത സുഹൃത്തുണ്ടോ, ഞാൻ കുറ്റമൊന്നും അദ്ദേഹത്തെ പറയാനില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രാധാന്യമുള്ള ഒരു പഞ്ചായത്തിന്റെ ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് നമ്മളെ വിളിക്കണം, ഉടമകളെ വിളിക്കണം, ജീവനക്കാരെ വിളിക്കണം, മാത്രമല്ല വിദഗ്ധരെ വിളിക്കണം. ഈ പ്രശ്നങ്ങളുമായി ബന്ധമുള്ള വിദഗ്ധരെയൊക്കെ വിളിച്ച് ആശയവിനിമയം നടത്തി ഈ 3 കൂട്ടരെയും കൂടി ഇരുത്തി, ഒപ്പം തന്നെ ജനപ്രതിനിധികളായിട്ടുള്ള മറ്റുള്ളവരെ കൂടി, രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളിനെ കൂടി ഒക്കെ വിളിച്ചിരുത്തിയിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. അതാണ് ഭരണാധികാരിയുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്നുള്ളൊരു നിലയാണ് സ്വീകരിക്കണമെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുള്ളത്. ഇപ്പോ ഇവിടെ പറഞ്ഞു, ഞാൻ ഇന്നലെ വൈകിട്ട് ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ, പഴയ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ അപ്പുറത്തുള്ള ആ വെയിറ്റിംഗ് ഷെഡിന്റെ അപ്പുറത്തുള്ള സ്ഥലം പോയി കണ്ടു. നിങ്ങൾ പറയണത് ശരിയായൊരു കാര്യമാണ്. അതിന് വസ്തുത ഉണ്ടെങ്കിൽ ഞാനിവിടെ ഒന്ന് വർത്താനം പറയാൻ വസ്തുത എനിക്ക് കൂടി ബോധ്യമാണല്ലോ. പോയി നോക്കി, നല്ല സൗകര്യമുള്ള സ്ഥലം. ആ ഷെഡ്, ആ ഷീറ്റ് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ, തറയും പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6-7 ഒരു 8 ബസ്സെങ്കിലും സുഖമായിട്ട് ഇവിടെ. ഇവിടെ എന്താ അദ്ദേഹം പറയണേ? ചെമ്പിച്ചേരി റോഡിൽ പോയി പാർക്ക് ചെയ്യാനോ? ഈ ഇവിടെ നിന്ന് കാഞ്ഞൂർക്കും പെരുമ്പാവൂർക്കും മലയാറ്റൂർക്കും മഞ്ഞപ്രയ്ക്കും പോകുന്ന ബസ്സുകള് ആ ട്രിപ്പിനിടയ്ക്ക് ചിലപ്പോൾ ഒരു 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ് മാക്സിമം, അതിൽ കൂടുതലില്ലല്ലോ. ഈ ചെമ്പിച്ചേരി റോഡിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് എത്ര സമയം എടുക്കും? ഈ മാതിരി ബ്ലോക്കുള്ള സമയത്ത് ഇപ്പോ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. നടക്കാന്ന് പറഞ്ഞാൽ സമയത്തിന് പിന്നെ ബസ് ഓടിക്കാൻ കഴിയില്ല, അതാ പ്രശ്നം. അപ്പോ തീരുമാനം എടുക്കുക. തീരുമാനത്തിൽ മണ്ടത്തരം ഉണ്ടോ ഇല്ലെന്നുള്ളതല്ല, ഞങ്ങൾ എടുക്കും, ഞങ്ങൾ എടുത്തേ നടത്തും.
അങ്ങനെ ഒരു പിടിവാശി ഭരണാധികാരികൾക്ക് ആർക്കും ചേർന്ന് തന്നെ. PBOA ജില്ലാ സെക്രട്ടറി KM സിറാജ്, യൂണിറ്റ് സെക്രട്ടറി BO ഡേവിസ്, INTUC അങ്കമാലി റീജിയണൽ പ്രസിഡന്റ് ബാബു സാനി, PBOA പെരുമ്പാവൂർ പ്രസിഡന്റ് ജിജി തോമസ്, സെക്രട്ടറി KC രാമചന്ദ്രൻ, സജി സെബാസ്റ്റ്യൻ, ജോളി തോമസ്, TS സിജുകുമാർ, നവീൻ ജോൺ, ജിജോ ജോണി, KP പോളി, PT ഡേവിസ്, സുധീഷ്, സാബു റസാഖ് തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കാലടി.